ഈ സ്വതന്ത്ര ചിന്തകന്മാർ മുസ്ലിംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, 24 മണിക്കൂറും വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന, വർഗീയത ഒരു തൊഴിലാക്കി മാറ്റിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ മുസ്ലിമും സ്വതന്ത്ര ചിന്തകന്മാരൊക്കെ. ഇവർക്ക് ഒരു ദിവസം ഇസ്ലാമിനെ കുറിച്ച് വർഗീയത പറഞ്ഞില്ലെങ്കിൽ എത്ര ഉറപ്പ് നഷ്ടം ഉണ്ടാകുമെന്നറിയോ? വേണമെങ്കിൽ സംഘികളായിട്ട് മണ്ടയ്ക്ക് വരെ തരും. എന്തിനറിയോ? എന്താണ് ഇന്നത്തെ ദിവസം നീ ഇസ്ലാമിനെ കുറിച്ച് ഒരു വർഗീയത പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട്. കാരണം സംഘികളുടെ അടിമയാണല്ലോ ഇവരെ. അതുകൊണ്ട് അവർക്ക് ഒരു ദിവസം വർഗീയത ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞേ മതിയാകൂ. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകും. മരിച്ചവരെന്നെ ജനിപ്പിക്കും, ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കും. അങ്ങനെ എല്ലാവിധ തറവേലകൾ എടുത്തിട്ട് അവർക്ക് ഒരു ദിവസമെങ്കിലും വർഗീയത ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ഒരു വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. കണ്ടു നോക്കൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തരാണ് ചില ആളുകൾ. പക്ഷേ അവരെപ്പോഴാണ് ശക്തി ആർജിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ കുത്തിപ്പൊക്കിയിട്ടോ ഒരു കാര്യമില്ല. അവർ തീരുമാനിക്കും അവരെപ്പോഴാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടത്. അതിൻ്റേതായിട്ടുള്ള സമയവും സന്ദർഭവും നോക്കി അവസരം വരുമ്പോൾ അവർ പ്രതികരിച്ചിരിക്കും, സംശയമില്ല. ശുഭദിനം. ഇവിടെ ഹിന്ദുക്കളെ അടച്ചാക്ഷേപിക്കുകയും അവരൊന്നും ഈ രാജ്യത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും മതവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ടിപ്പു സുൽത്താനൊക്കെ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നാണ്. അയാളെയൊക്കെ ഇവിടുന്ന് കയ്യും കാലും തല്ലി ഒടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ഹൈന്ദവർ വിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പൂർവ്വര്. സ്വാമി അച്ചാർ വല്ലാതെ വിവാദമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ എതിർക്കുകയും അനാവശ്യങ്ങൾ പറഞ്ഞ് പുലഭ്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അച്ചാറിൻ്റെ പരസ്യത്തിൻ്റെ താഴെ വന്നിട്ട് കുറേ ബാഡ് കമൻറ്റുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാനസികമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച് തെറി പറയുന്ന ആളുകളോട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പുരോഗമനാണ് വലുത്, കമ്മ്യൂണിസമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട്, പാശ്ചാത്യ രീതിയാണ് വലുത് എന്നൊക്കെ പറഞ്ഞു നടന്നാൽ നമുക്ക് കാണാൻ പോകുന്നത് എവിടെയാ? അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആട് മേയ്ക്കാനെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം നശിപ്പിച്ചിട്ട് ഒരാളൊക്കെ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങളുടെ ആൾക്കാരെ കണ്ടുകൂടോ? കാണുന്നേരം കണ്ടുകൂടാ? മനസ്സിലായോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ചെണ്ണം ഉണ്ട്, ഇവിടെ എണ്ണം കുറച്ചെണ്ണം ഉണ്ട്. എന്തോ മലമറിക്കും തേങ്ങ മറിക്കും. നിങ്ങൾ തേങ്ങ നിങ്ങൾക്ക് തേങ്ങ മറിക്കും. ഇങ്ങനൊക്കെ പ്രതികരിക്കാൻ ഇവര് നിർബന്ധിതരായതാണ്. ആണോ താത്തേ? നിർബന്ധരായി പോയോ താത്തേ അവർ? അയ്യോ, സംഖ്യകളെ സൂചിപ്പിക്കാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടണം അല്ലേ? എന്തെല്ലാം നുണകൾ പറയണം, എന്തെല്ലാം വീഡിയോകൾ പൊക്കിക്കൊണ്ട് വരണം. ഇതൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇതുപോലുള്ള തള്ളുമ്പോഴും ഇതുപോലെ വർഗീയ സൃഷ്ടിക്കുമ്പോഴും സംഖ്യകളുടെ നക്കാപ്പിച്ച കിട്ടുമ്പോഴൊക്കെ ഈ വീഡിയോയിലേക്ക് ഉള്ളത് സത്യമാണോ, ഇയാൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിക്കണം താത്തേ. അദ്ദേഹം മരിച്ചു പോയിരുന്നെങ്കിൽ 2 കൊല്ലമായി. വല്ലത് അറിയോ താത്തയ്ക്ക്? 2022 വളരെ ശ്വാസം മുട്ടൽ കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിന് പരമാവധി അയാൾ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും പരമാവധി വർഗീയത പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മാത്രമല്ല, ഒരു കലാപം ഉണ്ടാക്കാൻ വരെ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേജ് ഇപ്പോഴും ഉണ്ട്, അതിൽ പോയി കയറി നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ജാമിദ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് പഴയ വീഡിയോ ആണ്, ഇയാൾ മരിച്ചുപോയത് പോലും ചിലപ്പോൾ ജാമിദക്ക് അറിയില്ല. കാരണം സംഖ്യകളെ സൂചിപ്പിക്കാൻ ഒരു കണ്ടന്റ് വേണം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ജാമിദിൻ്റെ കണ്ണിൽ പെടുന്നത്. ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ജാമിദക്ക് അറിയണ്ടാക്കി എടുത്തിട്ട് ജാമിദ ഒരു വർഗീയ വീഡിയോ ഉണ്ടാക്കി സംഖ്യകളെ സുഖിപ്പിച്ച് നക്കാപിച്ച കിട്ടാൻ വേണ്ടി ഇട്ടു. അപ്പോൾ ജാമിദയുടെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 16, 17, 18ാമത്തെ വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ 18ാമത്തെ വീഡിയോ ആയിട്ടാണ് ഇന്നലെ വരെ ഇത് കിടന്നത്. മണിക്കൂറിൽ ഓരോരോ വീഡിയോ വിടുന്ന ജാമിദിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിപ്പോൾ എത്രാമത്തെ ഇതിലാണ് കിടക്കണമെന്ന് പറയാനും പറ്റില്ല. നോക്കിയാൽ മതി അറിയാം. ഏതായാലും ഈ ഇടക്കാലത്താണ് ഈ ജാമിദ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 2 കൊല്ലം മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ എന്താല്ലേ ഒരു അന്തസ്? മരിച്ച ആളുടെ വിഷയം എടുത്തു കൊണ്ടുവന്ന് സംഖ്യകളെയും പറ്റിച്ച് നമ്മളെയും പറ്റിച്ച്, അതാണ് ഏറ്റവും വലിയ കഷ്ടം. സംഖ്യകളെ, നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളെ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി ഇവർ കാണിച്ചു കിട്ടുന്ന അഭ്യാസം ഒന്ന് കാണിക്കണം. കണ്ടില്ല എന്ന് നടിക്കരുത് സംഖ്യകളെ. ജാമിദെ പോലെ ആകാൻ കഴിയുമോ? കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ? കുതികാല വെട്ടാൻ കഴിയുമോ? മരിച്ചവരെ എടുപ്പിച്ചുകൊണ്ട് വർഗീയത പറയാൻ കഴിയുമോ? അത് കഴിയണമെങ്കിൽ ജാമിദ ആ മനസ്സ് സംഖ്യകളെ നിങ്ങൾ കാണാതെ പോകരുതേ.
ജാമിത ചേച്ചി, ഇനി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ സത്യസന്ധതമുണ്ടോ, ഇതിലൊക്കെ വാസ്തവമുണ്ടോ, ഈ പറയുന്ന ആൾക്ക് ഈ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്ത് ജാമിത. ഞങ്ങളെയും കൂടി മണ്ടന്മാരാക്കരുത്, ഞങ്ങളല്ല എന്നെയും കൂടി മണ്ടന്മാരാക്കരുത്. അറിയാതെ ഞാൻ ഇയാളുടെ വീഡിയോ ഇന്നലെ എടുത്ത് പോസ്റ്റും ചെയ്തു. എന്തോ ഒരു അവസ്ഥ. അത് പക്ഷെ ഇയാളെ എതിർത്തുകൊണ്ടല്ല, അത് ജാമിതയ്ക്ക് അണ്ണാക്കി കൊടുക്കാനുള്ള വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ആ വീഡിയോ നമ്മുടെ പേജിലോട്ട് പോയി കണ്ടോളേ. ഇല്ല, അവർക്ക് ചൊറിഞ്ഞില്ലെന്ന് എന്താണെന്നറിയോ? അവർക്ക് എൻ്റെ മുല കണ്ടിട്ടാണ് അത്രേ. എന്താ മുല? അവർക്ക് എൻ്റെ മുല കാണുമ്പോൾ അവർക്ക് ചൊറിച്ചല്. മുല കണ്ടിട്ടോ? ആസാന്റെ മുല കണ്ടിട്ടോ? എന്നൊന്ന് കാണിക്ക് നോക്കട്ടെ. കാണിക്ക്. Мел подрек бинг.